ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ ടിപ്സ് വീഡിയോ ആയിട്ടല്ല, തികച്ചും നാച്ചുറലായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഹെയർ ഡൈ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ എല്ലാവരിലും കാണുന്ന ഒന്ന് തന്നെയാണ് അകാലനര. നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, പോഷകാഹാരക്കുറവ്, ജീവിത രീതിയിൽ വന്ന മാറ്റം, ഇതൊക്കെയാണ് അകാലനരയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇങ്ങനെ അകാലനര അനുഭവിക്കുന്നവർ 99% പേരും ബ്ലാക്ക് ഹെയർ ആയി കിട്ടാനായിട്ട് ആശ്രയിക്കുന്നത് കെമിക്കൽ ഡൈകളെയാണ്. കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിലും വളരുന്ന മുടി പോലും ദുർബലമായി പോവാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചിരട്ട മാത്രം മതി നമുക്ക് നല്ലൊരു ഹെയർ ഡൈ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയെയോ നമ്മുടെ സ്കാൽപ്പിനെയോ ദോഷകരമായിട്ട് ബാധിക്കില്ല എന്നുള്ള കാര്യം 100% ശ്രദ്ധേയമാണ്. അപ്പോൾ ഞാനിതാ ഡൈ റെഡിയാക്കാനായിട്ട് 4 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പുറത്താണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4 ചിരട്ടയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ 4 ചിരട്ടയും വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പേപ്പർ തുണ്ടൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിരട്ടയിലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിരട്ടയിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതാ കത്തിയ ചിരട്ട ഇതുപോലെ മൺചട്ടിയിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. 4 ചിരട്ടയും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തി അമരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 ചിരട്ടയും കത്തി അമർന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കറി ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ കറി ലീവ്സ് നമ്മുടെ മുടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ തന്നെ സ്വാധീനം ചെയ്യുന്ന ഒന്നാണ്. കറി ലീവ്സ് മുടിയുടെ വളർച്ചയെയും അതുപോലെ തന്നെ നമ്മുടെ മുടി ശക്തിപ്പെടുത്താനും ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പിടി കറി ലീവ്സ് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കണലിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചിരട്ട കണലിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ ഒരു കറി ലീവ്സ് എല്ലാം കൂടി കരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാനിത് ആ കറി ലീവ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാട്ടോ കറി ലീവ്സൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കണലൊന്ന് കെടുത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്. അതൊന്ന് കെടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. നമുക്ക് ഈ ഒരു ചാര നല്ലപോലെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം മിക്സിയിൽ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, അപ്പം ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എനിക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 ചിരട്ട കത്തിച്ചെടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ്. ഓൺലൈനായിട്ട് നമുക്കിതിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല വിലയും കൊടുക്കേണ്ടി വരും. മാത്രമല്ല അതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി നമ്മളിൽ ഉണ്ടാവും. എന്നാൽ നമ്മളിതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു കുഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു പൗഡർ തന്നെ ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒറ്റയടിക്ക് തന്നെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഒരു അവസാന തരി തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല പോലെ കറുപ്പ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ലിഡിലൊക്കെ ഉള്ള ആ ഒരു ഇത് എടുക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ നന്നായിട്ട് കറുപ്പ് പറ്റുന്നുണ്ട്. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് നോക്കി നല്ലപോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ആ ഒരു കറുപ്പ് കളറ് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഡൈ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ എനിക്ക് ആവശ്യത്തിനുള്ള പൗഡർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേരയാണ്. അലോവേര മുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അലോവേരയിൽ ധാരാളം വൈറ്റമിൻ എയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ 3 വൈറ്റമിൻസും ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളുടെ വളർച്ചയും തിളക്കമുള്ള ഹെയറും നമുക്ക് പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ വൈറ്റമിൻ B12ഉം ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോവാതെ ആരോഗ്യമുള്ള മുടി വളരാനും സഹായിക്കുന്നു. ഞാൻ 2 ടേബിൾ സ്പൂൺ ചിരട്ടക്കരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ലാണ്.
ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ജെല്ല് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അലോവേര ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ 1/2 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഹെയർ ഡൈയിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. തികച്ചും നാച്ചുറലായിട്ടുള്ളതും എന്നാൽ ഒത്തിരി ഗുണകരമായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ഒരിക്കലും നിങ്ങളുടെ മുടിയുടെ വളർച്ചയെയോ സ്കാൽപ്പിനെയോ ദോഷകരമായിട്ട് ബാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല പോലെ തന്നെ കറുപ്പ് കളറിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങളുടെ മുടി ബ്ലാക്ക് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമ്മുടെ മുടിയുടെ കോമൺ കളറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ഒരിക്കലും നമ്മുടെ മുടിയുടെ വളർച്ചയെയോ അതല്ലെങ്കിൽ പിന്നീട് വളരുന്ന മുടിയെയോ സ്കാൽപ്പിനെയോ ദോഷകരമായിട്ട് ബാധിക്കില്ല എന്ന് 100% നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതാ എൻ്റെ കൈത്തണ്ടയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം അത് ബ്ലാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ബ്ലാക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഡൈ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി യൂസ് ചെയ്യാം കേട്ടോ. എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ ഗ്രേ ഹെയർ ബ്ലാക്ക് ആവില്ല, പകരം ഒരു റെഡിഷ് കളറായിട്ട് വരും. വീണ്ടും വീണ്ടും നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു നരച്ച മുടി പോയിട്ട് സാധാരണ ബ്ലാക്ക് ഹെയറിലുള്ള മുടിയായിട്ട് വരുള്ളൂ കേട്ടോ. സാധാരണയായിട്ട് തേങ്ങയൊക്കെ പൊതിച്ച് കഴിഞ്ഞാൽ ചിരട്ടയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്, അല്ലെങ്കിൽ അടുപ്പിൽ കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചിരട്ട കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതിലേറ്റവും ഈ ഒരു സമയത്ത് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.